ഗൈസ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് റിസർച്ച് മെത്തേഡ്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ് ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ BRM എന്ന് പറയുമ്പം റിസർച്ചുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഗതികൾ അതിനകത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും നോക്കുക. ഓക്കെ, അത് പഠിച്ചാൽ തന്നെ നമുക്കൊരു എബവ് 50% മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് വളരെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതാണ് മെഷർമെൻറ്റ് സ്കെയിലും അതിൻ്റെ ക്രൈറ്റീരിയ ഫോർ ഗുഡ് സ്കെയിലിംഗ് എന്ന് പറയുന്ന ഒരു ചോദ്യമാണ്. സാധാരണ എസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇനി അതല്ല, ക്രൈറ്റീരിയ മാത്രം ചിലപ്പം 4 മാർക്കിന് 5 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് മെഷർമെൻറ്റ് സ്കെയിൽ എന്ന് പറയുന്നത് എന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം സ്കെയിലിംഗ് എന്ന് പറയുന്നത് എന്താണ്? യൂസ്ഡ് ഫോർ വാട്ട്? ഇൻഡിക്കേറ്റിംഗ് മെഷർമെൻറ്റ്സ് അല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഗതിയെ മെഷർ ചെയ്യാനാണ് നമ്മൾ സ്കെയിലിംഗ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പം മെഷർമെൻറ്റ് ഓർ സ്കെയിലിംഗ് ഇംപ്ലൈസ് കൺവേർഷൻ ഓഫ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഇൻ ടു ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആൻഡ് ദെൻ മെഷറിംഗ് ദം. അതായത് ഇപ്പോൾ നമ്മൾ സർവേ അല്ലെങ്കിൽ വേറെ ക്വസ്റ്റ്യനറൊക്കെ കളക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഉണ്ടാവും അല്ലേ? പക്ഷെ അത് എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല. അപ്പോൾ ആ മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ന്യൂമറിക്കൽ ഡാറ്റ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. അങ്ങനെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് എന്നിട്ടത് മെഷർ ചെയ്യുന്നതിനെയാണ് മെഷർമെൻറ്റ് അല്ലെങ്കിൽ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്കെയിലിംഗ് ഈസ് എൻ അറ്റംപ്റ്റ് ടു ബ്രിങ് അബൌട്ട് ഗ്രേറ്റർ അക്യുറസി. അപ്പം വേർഡ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കുറച്ചും കൂടെ അക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്കെയിലിംഗ് എന്നുള്ള ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് നല്ലൊരു ഗുഡ് സ്കെയിലിങ്ങിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ക്രൈറ്റീരിയാസ് ആണുള്ളത്. ഒന്ന് കണ്ടിന്യൂം എന്ന് പറയുന്നത് അതായത് ജഡ്ജിങ് ദ സ്കെയിലബിലിറ്റി ഓഫ് ഫിനോമിന അണ്ടർ സ്റ്റഡി. ജഡ്ജിങ് ദ സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത് ആ സ്കെയിലബിലിറ്റി എത്രത്തോളം അക്യുറേറ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഷർമെൻറ്റിന് ഉപയോഗിക്കുന്ന സ്കെയിലിംഗ് എത്രത്തോളം ജഡ്ജബിൾ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഏത് സ്റ്റഡിയുടെ അണ്ടറിലാണ്, അല്ലെങ്കിൽ എന്ത് ഫിനോമിനയാണോ പഠിക്കുന്നത് അതിന് സ്കെയിലബിലിറ്റി ഒരു കണ്ടിന്യൂം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. അങ്ങനെ കണ്ടിന്യൂം ഉണ്ടെങ്കിൽ അതൊരു നല്ലൊരു സ്കെയിലിംഗ് മെത്തേഡാണ്. രണ്ടാമത്തെ റിലയബിലിറ്റിയാണ്. റിലയബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് കൺസിസ്റ്റൻ്റ്ലി പ്രൊഡ്യൂസ് ദ സെയിം റിസൾട്ട്. അതായത് ഈ സ്കെയിലിംഗ് ഏത് മെത്തേഡിൽ കൊണ്ടുപോയിട്ട് നമ്മൾ സ്കെയിലിംഗ് വെച്ചാലും, അല്ലെങ്കിൽ ഏത് ഫിനോമിനൊക്കെ നമ്മൾ സ്കെയിലിംഗ് വെച്ചാലും അതെന്താണ്, അതിൻ്റെ റിസൾട്ട് സെയിം ആയിരിക്കും. അതാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? മൂന്നാമത്തത് പറയുന്നത് വാലിഡിറ്റിയാണ്. വാലിഡിറ്റി എന്ന് പറയുന്നത് കറക്റ്റ് മെഷർമെൻറ്റ്. അതായത് ഒരു സ്കെയില് വാലിഡ് ആവുന്നത് എപ്പോഴാണ്? ഇറ്റ് മെഷേഴ്സ് കറക്റ്റ്ലി അല്ലേ? അത് ശരിയായ രീതിയിൽ മെഷർ ചെയ്യുമ്പോഴാണ് അത് എന്താവുന്നത്? വാലിഡ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്കെയിലിംഗ് എപ്പോഴും എന്തായിരിക്കും? വാലിഡ് ആയിരിക്കണം. അതുപോലെ തന്നെ നാലാമത്തത് വെയ്റ്റിംഗ് ഐറ്റംസ് ആണ്. വെയിങ്. എന്താ വെയിങ് എന്ന് പറഞ്ഞാൽ? അതായത് ഇപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവിലല്ലാത്ത, അതായത് ക്വാളിറ്റേറ്റീവിലുള്ള ഡാറ്റ നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് ഗുഡ്, ബാഡ്, അല്ലെങ്കിൽ സ്റ്റാർ റേറ്റിംഗ് 5ൽ 4, 5ൽ 3 ഇങ്ങനെ പറയുമല്ലോ. അത് എന്താണ്? ഓരോ ആട്രിബ്യൂട്ട്സിനും നമ്മൾ എന്ത് ചെയ്യുന്നു? വെയ്റ്റുകൾ, പ്രോപ്പറായിട്ടുള്ള വെയ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ വെയ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഒരു സ്കെയിലിംഗ് എപ്പോഴും നടക്കുന്നത്. മനസ്സിലായില്ലേ? അഞ്ചാമത്തത് പറയുന്നത് ഇക്വാലിറ്റി ഓഫ് യൂണിറ്റ്സ് ആണ്. ഇക്വാലിറ്റി ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് ചില സയൻറ്റിഫിക് പ്രൊസീജിയറുകൾക്ക് ഒരു പക്ഷേ ഈ ഇക്വാലിറ്റി ഓഫ് യൂണിറ്റ്സ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിക്കൊള്ളണം, അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിക്കൊള്ളണം എന്നില്ല. പക്ഷേ ചില സംഗതികളിൽ നമ്മൾ സബ്ട്രാക്ഷനും അഡീഷനും ഒക്കെ നടത്താറുണ്ട്. അതാണ് ഇക്വാലിറ്റി ഓഫ് യൂണിറ്റ്സ്. നമ്മൾ ചിലപ്പോൾ 2 ഭാഗം ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ നമ്മൾ നടത്താറുണ്ട്. ഇതാണ് എന്ത്? ക്രൈറ്റീരിയ ഫോർ ഗുഡ് സ്കെയിലിംഗ് എന്ന് പറയും. അപ്പം ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെഷർമെൻറ്റ് എന്താണ്, സ്കെയിൽ എന്താണ്, പിന്നെ സ്കെയിലിൻ്റെ ടൈപ്സ്, ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണ്, ലിക്കറ്റ് സ്കെയില്,
ഇന്റർവൽ സ്കെയിൽ, ഓർഡിനറി സ്കെയിൽ, നോർമൽ സ്കെയിൽ, നോമിനൽ സ്കെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് സ്കെയിൽ ക്ലാസിഫിക്കേഷൻ്റെ ലെവൽ ഓഫ് മെഷർമെൻറ്റിനനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനൊക്കെയാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ എന്താണ് മെഷർമെൻറ്റ് എന്താണെന്ന് ഒന്നുകൂടെ പറയാം. മെഷർമെൻറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് വേ ഓഫ് അസൈനിങ് നമ്പേഴ്സ് ഓർ നെയിംസ് ടു ഒബ്ജക്ട്സ് ആൻഡ് ദെയർ ആട്രിബ്യൂട്ട്സ്. അതായത് നമ്മളൊരു സംഗതി മെഷർമെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് വേയിൽ ഒരു ഒബ്ജക്റ്റിനോ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ ആട്രിബ്യൂട്ട്സിന് നമ്മൾ എന്താണ് ഒരു സിസ്റ്റമാറ്റിക് വേയിൽ നമ്പേഴ്സ് അല്ലെങ്കിൽ നെയിംസ് അസൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. But it is easy to assign numbers in respect of properties of some objects, properties like weight, height. അതായത് വെയിറ്റ് ഹൈറ്റിനൊക്കെ അനുസരിച്ച് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റിനും ഹൈറ്റിനും ആ പ്രോപ്പർട്ടിക്ക് അനുസരിച്ച് എന്താണ് നമുക്ക് നമ്പേഴ്സ് അസൈൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതാണ് മെഷർമെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനി എന്താണ് സ്കെയിൽ എന്ന് നോക്കാം. സ്കെയിൽ ഈസ് ദ പ്രൊസീജിയർ ഫോർ ഡിറ്റർമൈനിങ് ദ ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ഓഫ് അബ്സ്ട്രാക്ട് കൺസെപ്റ്റ്സ് ലൈക്ക് ലീഡർഷിപ്പ് സ്റ്റൈൽ, ബ്രാൻഡ് ഇമേജ് ഓഫ് പ്രോഡക്റ്റ് എക്സെട്ര. അതായത് സ്കെയിലിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റിൻ്റെയോ ലീഡർഷിപ്പ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡ് ഇമേജിനെ കുറിച്ചുള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറാണ് എന്താ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. സോ അപ്പം മെഷേഴ്സ് എന്ന് പറയുന്നത് നമ്പേഴ്സ് അസൈൻ ചെയ്യുന്നതാണെങ്കിൽ സ്കെയിൽസ് എന്ന് പറയുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ചില സമയത്ത് എല്ലാ സംഗതികളുടെയും അല്ലെങ്കിൽ എല്ലാ ഒബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ അതല്ലാതെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റാസിൻ്റെ മെഷർമെൻറ്റ് അല്ലെങ്കിൽ സ്കെയിലിംഗ് നടത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും, ചില നമ്പേഴ്സ് അസൈൻ ചെയ്യും, അല്ലെങ്കിൽ അഗ്രി, ഡിസഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി, ഗുഡ്, ബാഡ്, ഇങ്ങനെ 5 സ്റ്റാർ 4 സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, അതിന് നമ്പേഴ്സ് അല്ലെങ്കിൽ നെയിംസ് അസൈൻ ചെയ്യും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സ്കെയിലിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഒന്ന് നോക്കാം. സ്കെയിലിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് നോമിനൽ സ്കെയിലാണ്. നോമിനൽ സ്കെയിൽ എന്ന് പറയുന്നത് നമ്പേഴ്സ് ഓർ ലെറ്റേഴ്സ് അസൈൻ ടു എ ഒബ്ജക്ട്സ്. അത് സാധാരണ നോമിനൽ സ്കെയിൽ എന്ന് പറയുന്നത് എന്താണ്, ഈ ആട്രിബ്യൂട്ട്സിന് നമ്പേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഒബ്ജക്ട്സിന് ലെറ്റേഴ്സ് അസൈൻ ചെയ്യുക, എന്നിട്ട് അതെന്ത് ചെയ്യുക, അതിനെ മെഷർ ചെയ്യുക അല്ലെങ്കിൽ സ്കെയിലിംഗ് നടത്തുക. ഓർഡിനൽ സ്കെയിൽസ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദെയർ മാഗ്നിറ്റ്യൂഡ് ഇൻ എൻ ഓർഡേർഡ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഓർഡിനൽ സ്കെയിൽസ് എന്ന് പറയുന്നത് ഈ ഒബ്ജക്ട്സിന് എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. എങ്ങനെ, അക്കോർഡിംഗ് ടു ദെയർ മാഗ്നിറ്റ്യൂഡ്. അതായത് എക്സലൻറ്റ്, ഗുഡ്, ബാഡ്, ആവറേജ്, പുവർ, വെരി പുവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ അതിൻ്റെ ആൾട്ടർനേറ്റീവ്സിന് എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനനുസരിച്ച്. അപ്പം നമ്മൾ ടീച്ചേഴ്സിനൊക്കെ എന്താ പറയുക, റേറ്റ് ചെയ്യുമല്ലോ. ആ റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എക്സലൻ്റ് ആണ്, ഗുഡ് ആണ്, ആവറേജ് ആണ്, പുവർ ആണ്, അല്ലെങ്കിൽ വെരി പുവർ ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ റിലേഷൻഷിപ്പിനെ നമ്മൾ റേറ്റ് ചെയ്യുന്നത്. അപ്പം അത് ഒന്നെങ്കിൽ കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനനുസരിച്ച് നമ്മൾ ആ ഒബ്ജക്ട്സിന് എന്ത് ചെയ്യും, അറേഞ്ച് ചെയ്യും. അതാണ് ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഇന്റർവെൽ സ്കെയിലാണ്. ഇന്റർവെൽ സ്കെയിൽ എന്ന് പറയുന്നത് മെഷേഴ്സ് ഓർഡർ ഓർ ഡിസ്റ്റൻസ് ഇൻ യൂണിറ്റ്സ് ഓഫ് ഈക്വൽ ഇന്റർവെൽസ്. അപ്പം ആ ഇന്റർവെൽ സ്കെയിലിൽ എന്താണ് അതിൻ്റെ ഇത് മാത്രമല്ല, മെഷേഴ്സ് അതല്ലെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് യൂണിറ്റ്സിൽ ഈക്വൽ ഇൻ്റർവെല്ലിൽ നമ്മളത് മെഷർ ചെയ്യാൻ മാത്രമല്ല, ഈ ആൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ഇൻ്റർവെൽ സ്കെയിൽ എവിടെയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ടു മെഷർ സൈക്കോളജിക്കൽ ആട്രിബ്യൂട്ട്. അതായത് ഇപ്പോൾ റിസർച്ച് കമൻറ്റുകൾ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിഫറൻസ്, അതുപോലെ തന്നെ ആവറേജ് ഡിഫറൻസിൻ്റെ കമ്പയർ ചെയ്യാൻ, ഇതിനൊക്കെയാണ് എന്തുപയോഗിക്കുന്നത്, ഇൻ്റർവെൽ സ്കെയിലുകൾ ഉപയോഗിക്കുന്നത്. അതിൽ നെക്സ്റ്റ് വരുന്നത് റേഷ്യോ സ്കെയിലാണ്. റേഷ്യോ സ്കെയിൽ എന്ന് പറയുന്നത് the scale has
ഈക്വൽ ഇൻ്റർവെൽ പ്രോപ്പർട്ടീസ് ഓഫ് എൻ ഇൻ്റർവെൽ സ്കെയിൽ. ഇൻ്റർവെൽ സ്കെയിലിനെ പോലെ തന്നെ എന്താണ്, മറ്റു സ്ഥലത്ത് ഈക്വൽ ഇൻ്റർവെൽസിൽ യൂണിറ്റ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസിനെയാണ്, ഇൻ്റർവെൽ പ്രോപ്പർട്ടീസിനെയാണ് എന്ത് മെഷർ ചെയ്യുന്നത്. അതാണ് റേഷ്യോ സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് ട്രൂ സീറോ അല്ലെങ്കിൽ പിന്നെ ഇതിനെ എന്താണ് അഡീഷണൽ ഫീച്ചേഴ്സ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, റേഷ്യോ സ്കെയിൽ മെഷർ ചെയ്യുന്നത്. അഞ്ചാമത്തേതായി പറയുന്നത് ലിക്കർട്ട് സ്കെയിൽ. ലിക്കർട്ട് സ്കെയിൽ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ട് റിസർച്ചുകളിൽ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് സ്കെയിലാണ് ലിക്കർട്ട് സ്കെയിൽ എന്ന് പറയുന്നത്. ലിക്കർട്ട് സ്കെയിൽ എന്ന് പറയുന്നത് എത്രത്തോളം സ്ട്രോങ്ലി അഗ്രി ചെയ്യുന്നു. ഇപ്പോൾ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് ദ പ്രൈസ് ഓഫ് റോ മെറ്റീരിയൽ ഫെൽ ഫേംസ് റെഡ്യൂസസ് ദ പ്രൈസ് ഓഫ് ദെയർ ഫുഡ് പ്രോഡക്ട്സ്. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കുറഞ്ഞു, റോ മെറ്റീരിയലിൻ്റെ പ്രൈസ് കുറഞ്ഞു, അതിന് ഫുഡ് പ്രോഡക്ട്സിൻ്റെ പ്രൈസ് എത്രത്തോളം റെഡ്യൂസ് ചെയ്യുന്നു ഫേമുകൾ എന്ന് ചോദിക്കുമ്പോൾ എന്താണ്, ഞാൻ അതിനെ അഗ്രി ചെയ്യുന്നു. ആ അഗ്രി ചെയ്യുന്നത് എങ്ങനെയാണ്, സ്ട്രോങ്ലി അഗ്രി ആണോ, അല്ല വെറും അഗ്രി ആണോ, അല്ലെങ്കിൽ ന്യൂട്രൽ ആണോ, അതല്ല ഞാൻ അതിനെ ശക്തമായി എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഡിസഗ്രി അല്ലെങ്കിൽ സ്ട്രോങ്ലി ഡിസഗ്രി. ഇതാണ് ലിക്കർട്ട് സ്കെയിൽ എന്ന് പറയുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്കെയിലാണ് ലിക്കർട്ട് സ്കെയിൽ എന്ന് പറയുന്നത്. അവിടെ എന്താണ്, റെസ്പോണ്ടന്റ് ഇൻഡിക്കേറ്റ് ദെയർ ആറ്റിറ്റ്യൂഡ് ബൈ ചെക്കിംഗ് ഹൗ സ്ട്രോങ്ലി ദേ അഗ്രി ഓർ ഡിസഗ്രി. അപ്പോൾ അത് വളരെ കെയർഫുൾ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ്, കൺസ്ട്രക്റ്റഡ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ അത് പോസിറ്റീവിൽ നിന്നും വെരി നെഗറ്റീവിലേക്ക് വരെ നമുക്ക് അതിനെന്ത് ചെയ്യാം, ഈ ഒബ്ജക്റ്റിന്റെ ആട്രിബ്യൂട്ട്സിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ന്യൂമറിക്കൽ സ്കെയിൽസ് ആണ്. ആറാമത്തായി പറയുന്നത് ന്യൂമറിക്കൽ സ്കെയിലാണ്. ഈ ന്യൂമറിക്കൽ സ്കെയിലിന് മുമ്പ് സിമാൻറ്റിക് ഡിഫറൻഷ്യൽ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട്. അതായത് ന്യൂമറിക്കൽ സ്കെയിലിന്റെ ഏകദേശം അതേപോലെ തന്നെയാണ് ഇത് സിമാൻറ്റിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. അവിടെ വരുന്നത് എന്താണ്, ഇപ്പം ഈ സ്കെയിലിങ് ഗുഡ് ബാഡ് അല്ലെങ്കിൽ ക്ലീൻ ഓർ ഡേർട്ടി, ആങ്കർ, ദ ബിഗിനിങ്, ദ എൻഡ്, ഇതൊക്കെ എന്താണ്, ഇങ്ങനെ ഈ ഒരു കൺസെപ്റ്റിൽ ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യുന്നതാണ് സിമാൻറ്റിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ന്യൂമറിക്കൽ സ്കെയിൽസും. ഇവിടെ സിമാൻറ്റിക് ഡിഫറൻസിൽ ബാഡ് ഓർ ഗുഡ് ആണെങ്കിൽ ന്യൂമറിക്കൽ സ്കെയിൽസിൽ അവിടെ വരുന്നത് എന്താണ്, 5 പോയിന്റ് സ്കെയിൽ അല്ലെങ്കിൽ 7 പോയിന്റ് സ്കെയിൽ. അതായത് PhD പോലത്തെ വലിയ റിസർച്ചുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു 5 പോയിന്റ് സ്കെയിലുകൾ അല്ലെങ്കിൽ 7 പോയിന്റ് സ്കെയിലാണ്. 5 പോയിന്റ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ 5, 4, 3, 2, 1, അതാണ് 5 പോയിന്റ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇപ്പം സ്ട്രോങ്ലി അഗ്രി, ന്യൂട്രൽ, ഡിസഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, 5 പോയിന്റ് സ്കെയിലാണ്. ഓക്കെ, അതാണ് ന്യൂമറിക്കൽ സ്കെയിൽസ് എന്ന് പറയുന്നത്. ഏഴാമത്തായിട്ട് പറയുന്നത് കോൺസ്റ്റന്റ് സം സ്കെയിലാണ്. കോൺസ്റ്റന്റ് സം സ്കെയിൽ എന്ന് പറയുന്നത് എ മെഷർ ഓഫ് ആറ്റിറ്റ്യൂഡ്സ് in which the respondents are asked to divide a constant sum to indicate the relative importance of the attributes. അവരെ എന്ത് ചെയ്യാണ്, ഈ ആട്രിബ്യൂട്ട്സുമായിട്ടുള്ള റിലേറ്റീവ് ഇമ്പോർട്ടൻസ് കാണിക്കുന്ന അവരെയൊക്കെ എന്താണ്, ഒരു കോൺസ്റ്റന്റ് സമ്മോട് ഡിവൈഡ് ചെയ്യുക. അതാണ് കോൺസ്റ്റന്റ് സം സ്കെയിൽ എന്ന് പറയുന്നത്. അതിൽ ലാസ്റ്റ് പറയുന്നത് സ്റ്റേപ്പിൾ സ്കെയിലാണ്. സ്റ്റേപ്പിൾ സ്കെയിൽ എന്ന് പറയുന്നത് ഡയറക്ഷൻ ആൻഡ് ഇന്റൻസിറ്റി ഓഫ് എൻ ആറ്റിറ്റ്യൂഡ് സൈമിൾട്ടേനിയസ്ലി, ഒരേ സമയത്തുള്ള പിന്നെ ഒരു ആറ്റിറ്റ്യൂഡിന്റെ ഡയറക്ഷനും ഇന്റൻസിറ്റിയും മെഷർ ചെയ്യുന്നതാണ് സ്റ്റാപ്പിൾ സ്കെയിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സൂപ്പർവൈസർ. ഒരു കമ്പനിയിൽ 100 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ആ 100 എംപ്ലോയീസിനും അവരുടെ സൂപ്പർവൈസേഴ്സിനോടുള്ള ആറ്റിറ്റ്യൂഡ്, ചില ആൾക്കാർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും, ചില ആൾക്കാർക്ക് ദേഷ്യമായിരിക്കും, ചില ആൾക്കാർ ന്യൂട്രൽ ആയിരിക്കും, ചില ആൾക്കാർ ഭയങ്കര റോൾ മോഡലൊക്കെ ആയിരിക്കും. ഇങ്ങനെ മെഷർ ചെയ്യുന്നതാണ്. അതായത് ആ ഡയറക്ഷൻ എങ്ങോട്ടാണ്, അല്ലെങ്കിൽ ഇന്റൻസിറ്റി, ഒരേ സമയം ഡയറക്ഷനും ഇന്റൻസിറ്റിയും മെഷർ ചെയ്യുന്നതാണ് സ്റ്റേപ്പിൾ സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് പറയുന്നത് സ്കെയിലിംഗ് ടെക്നിക്കുകളാണ്. 4 സ്കെയിലിംഗ് ടെക്നിക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 1 റേറ്റിംഗ് സ്കെയിൽ, 2 റാങ്കിങ് സ്കെയിൽ, 3 ആറ്റിറ്റ്യൂഡ് സ്കെയിൽ, 4 ഫാക്ടർ സ്കെയിൽ. ഓക്കെ, അപ്പൊ എന്താണ് റേറ്റിംഗ് സ്കെയിൽ എന്താണ് എന്ന് നോക്കാം. റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത് മെഷറിംഗ് ദ ആറ്റിറ്റ്യൂഡ്, അതായത് സ്റ്റുഡൻസ് ആർ റേറ്റഡ് ബൈ ദ
ടീച്ചേഴ്സ്. നമ്മൾ ആദ്യമേ പറഞ്ഞു എങ്ങനെയാണ് സ്റ്റുഡൻസ് ടീച്ചേഴ്സിനെ റേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അല്ലേ. മെഷറിങ് ആറ്റിറ്റ്യൂഡ് ബൈ ജഡ്ജിങ് എന്താ പറയാ, ഇപ്പം രണ്ടാമത്തെ റാങ്കിങ് സ്കെയിലിൽ നമുക്ക് മെയിനായിട്ട് വരാനുള്ള റിലേറ്റീവ് ദ സ്കോറാണ്. റിലേറ്റീവ് ദ സ്കോർ എന്ന് പറയുന്നത് നമ്മൾ ഈ സിമിലർ ഒബ്ജക്ട്സിനെ നമ്മൾ സ്കോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ജഡ്ജ്മെന്റ്സ് എടുക്കുന്നത് എങ്ങനെയാണ്, റിലേറ്റീവ് സ്കോർ ഒന്നിനോട് കമ്പയർ ചെയ്തിട്ടാണ് റിലേറ്റീവ് സ്കോർ ഇടുന്നത്. അതിൽ 2 ടൈപ്പാണ്. ഒന്ന് മെത്തേഡ് ഓഫ് പെയർഡ് കമ്പാരിസണും രണ്ടാമത്തത് മെത്തേഡ് ഓഫ് റാങ്കിങ് ഓർഡറും. മെത്തേഡ് ഓഫ് പെയർഡ് കമ്പാരിസൺ എന്ന് പറയുന്നത് എക്സ്പ്രസ് ഹിസ് ആറ്റിറ്റ്യൂഡ് ബൈ മേക്കിംഗ് എ ചോയ്സ് ബിറ്റ്വീൻ 2 ഒബ്ജക്ട്സ്. ഒരാൾക്ക് ഒരു നീഡിന് 2 ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ 2 ഒബ്ജക്റ്റിൽ നിന്നും അയാൾ എന്ത് ആറ്റിറ്റ്യൂഡ് ഉപയോഗിച്ചിട്ടാണ് ചൂസ് ചെയ്യുന്നത്, 2 ഒബ്ജക്ട്സിൽ നിന്നും ഒരു ഒബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് മെത്തേഡ് ഓഫ് പെയർഡ് കമ്പാരിസൺ. അപ്പോൾ രണ്ടും വെച്ചിട്ട് കമ്പയർ ചെയ്യും അല്ലേ. മെത്തേഡ് ഓഫ് റാങ്കിങ് ഓർഡർ എന്ന് പറയുന്നത് റെസ്പോണ്ടൻസ് ആർ ആസ്ക്ഡ് ടു റാങ്ക് ദെയർ ചോയ്സസ്. 2 or 3 പ്രോഡക്ട്സ് കൊടുത്തിട്ട് അത് എന്ത് ചെയ്യും, റെസ്പോണ്ടന്റിനോട് ഏതാണ് ബെസ്റ്റ് എന്ന് റാങ്ക്, നമ്പർ 1, നമ്പർ 2, നമ്പർ 3 എന്ന് ബെസ്റ്റ് ഉള്ളത് റാങ്ക് ചെയ്യാൻ പറയുക. അതാണ് മെത്തേഡ് ഓഫ് റാങ്കിങ് ഓർഡർ എന്ന് പറയുന്നത്. അതാണ് റാങ്കിങ് സ്കെയിലിൽ 2 ടൈപ്പ്. മൂന്നാമതായി പറയാനുള്ളത് ആറ്റിറ്റ്യൂഡ് സ്കെയിലാണ്. ആറ്റിറ്റ്യൂഡ് സ്കെയിൽ എന്ന് പറയുന്നത് ലൈക്സ് ഓർ ഡിസ്ലൈക്സ്, അഗ്രിമെന്റ്സ് ഓർ ഡിസഗ്രിമെന്റ്സ്. അതിൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒരു പ്രോഡക്റ്റിനോടോ അല്ലെങ്കിൽ ഒരു ആട്രിബ്യൂട്ടിനോടോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനോടോ ഒരു ഗുഡ്സിനോടോ ഉള്ള റെസ്പോണ്ടന്റിന്റെ ആറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ട് സ്കെയിൽ ചെയ്യുക അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് അവർ സ്കോർ കൊടുക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ എയറിൽ എന്താണ്, ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു മാറ്ററിന് എഗെയിൻസ്റ്റ് ടുവാർഡ്സ് ആയിട്ടുള്ള അയാളുടെ ആറ്റിറ്റ്യൂഡ് ബേസ് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, സ്കെയിൽ ചെയ്യുന്നത്. അതിനാണ് ആറ്റിറ്റ്യൂഡ് സ്കെയിൽ എന്ന് പറയുന്നത്. അവരുടെ അപ്പോൾ ആ ഒരു സ്കോറ് നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ എയറിൽ ഒരു സ്കെയിലായിട്ട് പ്ലേസ് ചെയ്യും. അത് ലൈക്സ് ആവാം, ഡിസ്ലൈക്സിന്റെ രൂപത്തിലാവാം, അഗ്രിമെന്റ്സ് ആവാം, ഡിസഗ്രിമെന്റ്സ് ആവാം. അപ്പോൾ ആ ഇഷ്യൂസ് എന്താണോ, അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഇഷ്യൂസ് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളിൽ അയാളുടെ പേഴ്സണൽ ആറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്കെയിൽ ചെയ്യുന്നത്. നാലാമതായി പറയുന്നത് ഫാക്ടർ സ്കെയിലിംഗ് ആണ്. ഫാക്ടർ സ്കെയിലിംഗ് എന്ന് പറയുന്നത് മൾട്ടി ഡയമെൻഷൻസ് ഓഫ് എ കോംപ്ലക്സ് ആറ്റിറ്റ്യൂഡ് ഈസ് ഐഡന്റിഫൈഡ്. അപ്പം ഫാക്ടർ സ്കെയിലിംഗിൽ മെയിനായിട്ട് എന്താണ്, അതിന്റെ ഡയമെൻഷൻസ് ആണ്, മൾട്ടി ഡയമെൻഷൻസ്. ഒരേ സംഗതിയെ പല ഡയമെൻഷൻസിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ആറ്റിറ്റ്യൂഡിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ പല ഡയമെൻഷൻസിൽ അതിനെ സ്കെയിൽ ചെയ്യുന്നതാണ് ഫാക്ടർ ഡയമെൻഷൻ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഒരേ ബിഹേവിയറിൽ അല്ലെങ്കിൽ ഒരേ ആറ്റിറ്റ്യൂഡിൽ മെഷർ ചെയ്യുന്നതിന് പകരം മൾട്ടി ഡയമെൻഷനിൽ, കോംപ്ലക്സ് ആറ്റിറ്റ്യൂഡ്സിന്റെ മൾട്ടി ഡയമെൻഷനിൽ സ്കെയിൽ ചെയ്യുന്നതിനെയാണ് ഫാക്ടർ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് സ്കെയിലിംഗ് ടെക്നിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതൊരു സ്ഥിരമായി ചോദിക്കുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കുക. ഓക്കെ, താങ്ക് യു.